ഇന്ന് നമ്മുടെ ഐനൂസിന് നെയ്സർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ തുണികളെല്ലാം വിരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബേക്കറി ഇഷ്ടത്തോട്ട്. ഞാൻ എപ്പോൾ തുണികൾ വിരിക്കുന്നതും വൈകുന്നേരം ആയിരിക്കും കേട്ടോ. രാവിലെ തൊട്ട് പിടിച്ച മഴയാണ്, വൈകുന്നേരമായിട്ടും ഒരു തോർച്ചയില്ല, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ വർക്കിന് പോയപ്പോൾ എനിക്ക് കറി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കടലക്കറിയാണ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പയർ മാത്രം വേവിച്ചിട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നേരില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നത് കറിയാക്കിയിട്ട് നാളത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ അത് വേഗം കറിയാക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്ന ടൈമിന് നമ്മുടെ ഐനൂസത്തെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നെയ്സർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവൾ എൻ്റെ കൂടെ തന്നെ ഇരിക്കും കേട്ടോ. ഇന്നിപ്പോൾ നെയ്സർ ഇല്ലാത്തതുകൊണ്ട് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ആള്. പിന്നെ അവളത് ആ സൈഡിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഞാനിത് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ലേശം പേടി കൂടുതലാണ് ഈ വെളിച്ചെണ്ണയിലോട്ട് ഈ സവാളയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇത് നമ്മൾ മേത്തോട്ട് ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ എനിക്ക് 2-3 വട്ടം പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഞാൻ എന്താ സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിച്ചമുളകും, പിന്നെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പയർ തട്ടി കൊടുക്കുന്നുണ്ട്. വൻപയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചാറോടി കൂടി തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് നാളെ ചപ്പാത്തി ആക്കാമെന്നാട്ടോ എൻ്റെ പ്ലാന്. അപ്പോൾ തലേ ദിവസം തന്നെ പയററി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ചപ്പാത്തി ഉണ്ടാക്കണം രാവിലെ തന്നെ കേട്ടോ. അങ്ങനെ പയററി ഇതാ ഒത്തിരി വെള്ളത്തോടെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ അടിച്ചു വരെ തുടക്കാൻ നിന്നിട്ടുണ്ട്. എനിക്ക് എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഒരു കാര്യം ഒട്ടും മറക്കാറില്ല കേട്ടോ, ഒട്ടും ചെയ്യാണ്ടിരിക്കാറില്ല. എപ്പോഴും അടിച്ചു വാരി തുടക്കോട്ട് ഞാൻ. എനിക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ പിന്നെ വീണ്ടും മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കുളിച്ചില്ല, മേല് മാത്രം കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു വിധത്തിലാട്ടം മേലൊക്കെ കഴുകി കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ മേലായി കയറുന്നു ഇപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസിന് എന്താ ഫ്രഷ് ആക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ചോറ് വെക്കുക, തലേന്നത്തെ കറി ഒന്ന് ചൂടാക്കി എടുക്കുക, അത്ര തന്നെ പണിയുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് തിളച്ച് മറിയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിച്ചണിലെ ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ എന്താ റൂമിലോട്ട് പോവുകയാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഐനൂസിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാമ്പാറും പപ്പടവും അവിയലൊക്കെ കൂട്ടി അവൾക്ക് ഫുഡ് കൊടുത്ത് വീണ്ടും മഴ. അപ്പോൾ അത്ര മുന്നോട്ട് ഇഷ്ടപ്പെടില്ലേ. ബായ്.